കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് മലയാളികളെ പരിഹസിക്കുന്ന ഒരു വീഡിയോ. എങ്ങനെ മലയാളികളെ പരിഹസിക്കാതിരിക്കും? നിങ്ങൾ നോക്ക് എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പണ്ട് കാർന്നവന്മാർ പറയാറില്ലേ, കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുക്കരുതെന്ന്. അത് തന്നെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വേറൊന്നുമല്ല, NH-66 കാഴ്ചകളാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് മംഗലാപുരത്ത് പോയപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാനിത് കണ്ടു. പക്ഷെ അന്നൊന്നും ഈ ഡിവൈഡറൊന്നും പൊളിച്ചിട്ടില്ല. അഥവാ റോങ് കയറി ഇടിച്ച് വണ്ടിക്ക് തകരാറാകാതിരിക്കാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് ഡിവൈഡർ വെക്കുന്നത്. അതും തൊലച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻട്രി ആവേണ്ട റോഡാണിത്. അതായത് ഹൈവേയിലേക്ക് കയറേണ്ട റോഡാണ്. അവിടെ നിന്നാണ് അവർ എക്സിറ്റ് ആവുന്നത്, ഹൈവേയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് സർവീസ് റോഡിലേക്ക്. എങ്ങനെയുണ്ട്? ഒരു ബസ്സുകാരൻ ഇറങ്ങുമ്പോൾ ആ സർവീസ് റോഡിലേക്ക് വേറൊരു കാറ് വന്ന് നിൽക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ നിയമം പാലിച്ച് വരുന്നവർ റോഡിൽ കുടുങ്ങിയാണ്. ഇതിപ്പോൾ ഈ റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആയാൽ എന്തായിരിക്കും സ്ഥിതി? നോക്ക്, KSRTC പോകുന്ന നോക്ക് എങ്ങനെയാണ്. അതിനിടയിൽ ബൈക്കുകാർ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ബൈക്കിനും ഓട്ടോയ്ക്കൊന്നും ഈ ഹൈവേയിൽ കയറാനേ പാടില്ലെന്ന നിയമം. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? KSRTCക്കാരൊക്കെ പോകുന്ന കണ്ടാൽ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ റോഡ് പോലെയാ. കാരണം വേറൊന്നുമല്ല, ഒരു ട്രാക്കിലൂടെ അല്ല പോവാ, 2 ട്രാക്കിന്റെ ഇടയിലുള്ള ആ നടുക്കത്തെ വരയില്ലേ, അത് സെന്റർ പിടിച്ചിട്ടേ പോവാ. എന്നെ പോലെ തന്നെ നിങ്ങൾ പലരും ഇത് പലവട്ടം കണ്ടു കാണും. ഈ വീഡിയോ കണ്ടിട്ട് പറയുന്നില്ല, ഇതുപോലെ അനേക സ്ഥലത്തുണ്ട്. അപ്പോൾ ഇനി എത്ര പേര് യുവന്മാർ കൊലയ്ക്ക് കൊടുത്തിട്ടാ ഈ നിയമമൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. ഇതൊക്കെ കണ്ട വിവരമുള്ളവർ പരിഹസിക്കും മലയാളികളെ. കാരണം വേറൊന്നുമല്ല, നമ്മൾ പ്രബുദ്ധരല്ലേ. 100% ലിറ്ററസി സർ. എൻ്റെ അഭിപ്രായത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന മലയാളികൾ ഈ NH-66 ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്കല്ലേ പോകരുത്, ജീവനോട് തിരിച്ച് വീട്ടിലെത്തണല്ലേ. ഇത് കണ്ടോ, ഒരുത്തം വരുന്ന വരവ് കണ്ടോ എങ്ങനെയാന്ന്. ഇവന്മാർക്കൊക്കെ ഒരു ബോധം വരട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാതില്ലേ.